Okay, so next problem എന്ന് പറയുന്നത് cable supports at different levels ആണ്. Okay, so the problem is a cable is suspended from the points A and B which are 80 meter apart and are at different levels. Point A, B 5 meter vertically higher than point B and the lowest point in the cable is 10 meter below A. The cable is subjected to a UDL of 30 kN per meter over the horizontal span. Determine the horizontal and vertical reactions at each end and also the maximum tension in the cable. So ഇതാണ് given data. Given data തന്നിരിക്കുന്നത് A and B എന്ന് പറയുന്ന points they are 80 meter apart, that is small L is 80 meter and are at different levels. Okay, point A is 5 meter vertically higher than point B. അതാണ് ഈ 5 meter എന്ന് represent ചെയ്തത്. Okay, and the lowest point in the cable, that is C എന്നുള്ള point, it is 10 meter below A. That is H1 എന്ന് പറഞ്ഞ വാല്യൂ 10 മീറ്റർ ആണ്. H1 10 മീറ്റർ തന്നിട്ടുണ്ട്, എയും ബി തമ്മിലുള്ള ലെവൽ ഡിഫറൻസ് 5 മീറ്ററും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് H2 കണ്ടുപിടിക്കാം. ഓക്കെ, 10 മൈനസ് 5 ചെയ്ത് യു വിൽ ഗെറ്റ് ദി വാല്യൂ ഫോർ H2. ആൻഡ് യു ഡി എല്ലിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, ഇറ്റ് ഇസ് 30 kN per meter. ഓക്കെ, സോ കേബിൾസ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസിൻ്റെ കണ്ടീഷനാണ് L1/L2 ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് H1/root of H2. Condition apply ചെയ്ത് you will get a relation L1 is equal to root 2 L2. ഓക്കെ, എന്നിട്ട് നമ്മളത് ടോട്ടൽ ലെങ്ത്തിലേക്ക് അപ്ലൈ ചെയ്യണം. ദാറ്റ് ഇസ് L1 plus L2 is equal to 80 meter. ദാറ്റ് ഇസ് എൻഡ് ടു എൻഡ് ഡിസ്റ്റൻസ് 80 meter ആണ്. അപ്പോൾ L1 plus L2 and we have already got that L1 is equal to root 2 L2. So ഈ root 2 L2 ഇവിടെ L1 പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോൾവ് ചെയ്ത് you will get the value for L2 and L1. Now in order to find the horizontal reaction, there is an equation H is equal to W L1 square by 2H1. Okay, ഈ ഇക്വേഷനിൽ നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. W എന്ന് പറഞ്ഞത് 30, L1 എന്ന് പറഞ്ഞത് ഇപ്പോൾ സോൾവ് ചെയ്ത് കിട്ടിയത്, H1 എന്ന് പറഞ്ഞത് A പോയിൻറ്റും C പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് H1, ദാറ്റ് ഇസ് 10. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി വാല്യൂ ഫോർ H. യു ക്യാൻ ഓൾസോ യൂസ് ദി ഇക്വേഷൻ W L2 square by 2H2. രണ്ട് ഇക്വേഷൻ വെച്ച് ചെയ്താലും സെയിം ആൻസർ ആണ് കിട്ടുക. ഓക്കെ, സോ ഇതാണ് ഹൊറിസോണ്ടൽ റിയാക്ഷൻ. ഇനി വെർട്ടിക്കൽ റിയാക്ഷൻസ് കിട്ടാൻ എളുപ്പമുള്ള ഫോർമുലയാണ് VA എന്ന് പറയുന്നത് W ഇൻറ്റു L1ഉം VB എന്ന് പറയുന്നത് W ഇൻറ്റു L2. ഈ ഇക്വേഷൻസ് വെച്ചിട്ട് സോൾവ് ചെയ്താൽ നമുക്ക് വെർട്ടിക്കൽ റിയാക്ഷൻസ് കിട്ടും. ഈ ടെൻഷൻ കിട്ടാൻ റൂട്ട് ഓഫ് V²/H². സോ V² എടുക്കുന്ന സമയത്ത് എവിടെയാണോ മാക്സിമം ഷിയർ വന്നിരിക്കുന്നത് ആ വാല്യൂ ചൂസ് ചെയ്യാം. സോ ഈ കേസിൽ VAയിലാണ് മാക്സിമം ഷിയർ. ഓക്കെ, സോ T മാക്സിമം പറയുന്നത് റൂട്ട് ഓഫ് VA² + H² ആയിരിക്കും. ഇനി ഇതേപോലെ തന്നെയാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉള്ളത്. എ കേബിൾ ഓഫ് സ്പാൻ 100 meter ഹാസ് ഇറ്റ്സ് എൻഡ്സ് അറ്റ് ഹൈറ്റ് 3 meter and 15 meter above the lowest point. ഓക്കെ, that is H1 8 meter, H2 15 meter തന്നിട്ടുണ്ട്. It carries a UDL of 10 kN per unit horizontal run of the span. Determine the horizontal and vertical reaction at the support. What is the length of the cable? Okay, so ഈ ക്വസ്റ്റ്യൻ ഇതിൽ കംപ്ലീറ്റ് അല്ല, കുറച്ച് ചെയ്തിട്ടുള്ളൂ, ബട്ട് ഞാൻ ഫുള്ളായിട്ട് പറയാം. ഇതിൽ L1 plus L2, that is small L 100 meter തന്നിട്ടുണ്ട്. So we know that L1 plus L2 is equal to 100. So different levels in the condition apply ചെയ്യണം. That is L1/L2 is equal to root of H1/root of H2. Okay, H1 എന്ന് പറഞ്ഞത് 8 മീറ്ററും H2 15 meter. ഈ കണ്ടീഷൻ വെച്ചിട്ട് you will get that L1 is equal to root 8 divided by root 15 into L2. ഇത് നമ്മുടെ L1 plus L2 equal to 100ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് L1ഉം L2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. കണ്ടുപിടിച്ചതിന് ശേഷം ഹൊറിസോണ്ടൽ റിയാക്ഷനും വെർട്ടിക്കൽ റിയാക്ഷൻസ് കണ്ടുപിടിക്കുക. ഹൊറിസോണ്ടൽ റിയാക്ഷൻ എന്ന് പറയുന്നത് WL1 square by 2H1ഉം വെർട്ടിക്കൽ റിയാക്ഷൻസ് VA എന്ന് പറയുന്നത് WL1ഉം VB എന്ന് പറയുന്നത് WL2. ഇനി ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഇൻ കേസ് മാക്സിമം ടെൻഷൻ കണ്ടുപിടിക്കണമെങ്കിൽ VA VB സോൾവ് ചെയ്യുക. അതിൽ ഏതിലാണോ മാക്സിമം ഷിയർ വരുന്നത് ആ ഷിയർ വാല്യൂ വെച്ചിട്ട് T മാക്സ് കണ്ടുപിടിക്കുക, റൂട്ട് ഓഫ് V² + H² വെച്ചിട്ട്. ഇതിവിടെ വേറൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി കേബിൾ? ഓക്കെ, ലെങ്ത് എന്ന് പറയുന്നത് ക്യാപിറ്റൽ L ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഇസ് ACBയുടെ ലെങ്ത്. ACBയുടെ ലെങ്ത് കിട്ടാൻ നമുക്കിവിടെ ഇക്വേഷൻ ഉണ്ട്. കഴിഞ്ഞ നോട്ടിലത് സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലെങ്ത് ഓഫ് കേബിൾ ACB is equal to L, small l plus
2/3 h1 square by L1 plus 2/3 h2 square by L2. ഈ ഒരു ഇക്വേഷനിൽ സോൾവ് ചെയ്യാം. ഓക്കെ, ഇക്വേഷനിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ലെങ്ത് ഓഫ് ദി കേബിൾ കിട്ടും. സോ എൽ എന്ന് പറയുന്നത് 100 തന്നിട്ടുണ്ട്, h1 തന്നിട്ടുണ്ട്, h2 ഗിവൺ ആണ്, L1 L2 നമ്മളോട് റിലേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലായിട്ടുള്ള ആൻസറും കിട്ടും. ഓക്കെ.